ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് എനിക്കൊരു ഷൂട്ടുണ്ട് കോയമ്പത്തൂർ ലേ മെറിഡിയനിൽ വെച്ചിട്ടാണ് ഷൂട്ട്. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഈ രാവിലെ നേരത്തെ എണീക്കാന്ന് പറയുന്നതിന് വലിയൊരു ടാസ്ക്കാണ്, പ്രത്യേകിച്ച് എനിക്ക്. ബട്ട് എന്നാലും നമുക്ക് പോയേ പറ്റുള്ളൂ. സോ നമുക്കൊന്നിനി ഫ്രഷായിട്ട് കാണാം. ഇപ്പം ഞാൻ നോക്കുന്നത് നമുക്ക് അത്യാവശ്യം വേണ്ട സ്കിൻ കെയറും മേക്കപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ എന്നാണ്. ബിക്കോസ് നമ്മൾ അവിടെ പോയിട്ടാണ് എല്ലാം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ KSRTC സ്റ്റാൻഡിൽ പോയി കോയമ്പത്തൂരുള്ള ബസ് പിടിച്ച് ആൻഡ് നമ്മളിതേ കോയമ്പത്തൂർ എത്താറായി. എൻ്റെ പൊന്നി ഒന്നും പറയണ്ട, ബസ് ഇറങ്ങിയിട്ട് പിന്നെ അങ്ങോട്ടേക്കൊരു ഓട്ടമായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, നിങ്ങൾ മിക്ക വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവൾ അവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവളെയും പിക്ക് ചെയ്ത് നേരെ സ്ഥലത്തോട്ട് പോയി. മൊത്തത്തിലൊരു ഹറിബറി ആയിരുന്നു. പിന്നെ കുറച്ച് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു അവിടെ. മൊത്തത്തിൽ ടൈമിന് അവിടെ എത്താൻ പറ്റിയില്ല. പിന്നെ വരുന്ന ആൾക്കാരും ലൈക്ക് വീഡിയോഗ്രാഫേഴ്സൊക്കെ എത്താനും കുറച്ച് ലേറ്റ് ആയിരുന്നു. കോയമ്പത്തൂർ പിന്നെ പറയണ്ട, ട്രാഫിക്കിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സീനാണ്. അപ്പോൾ അവരൊക്കെ എത്തി. അപ്പത്തേനും ഞാനൊന്ന് റെഡി ആവാൻ വേണ്ടി കയറി. ഒന്നാമത് ഷൂട്ട് പറഞ്ഞ ടൈമിനല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ എന്തായാലും ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേഗം തട്ടിക്കൂട്ടി ഒരു മേക്കപ്പ് ചെയ്യുവാണ്. ഓവറായിട്ടൊന്നും ചെയ്യുന്നില്ല, വീഡിയോ എടുക്കുവാണല്ലോ. അപ്പോൾ നമ്മളൊന്ന് നന്നായിട്ടിരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് ടച്ച് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഇത് എന്തിൻ്റെ പ്രൊമോഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാസിം പ്ലേറ്റ്സ് ഉണ്ടല്ലോ. അപ്പം പുള്ളി ഒരു ഫുഡ് ബ്ലോഗറാണ്, എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുള്ളി വന്നൊരു പ്രൊമോഷനാണ് ഇതെനിക്ക്. അപ്പം ബാക്കി അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ റീൽസായിട്ടും സ്റ്റോറി ആയിട്ടൊക്കെയും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരു ഷൂട്ട് ഡേ എങ്ങനെയാണെന്നാണ് കാണാൻ പോകുന്നത്. എനിക്കറിയില്ല എന്തൊക്കെ നടക്കാൻ പോകുന്നുള്ളത്. അങ്ങനെ നമ്മളിതേ അവരെ കണ്ടു, സംസാരിച്ചു, ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എവിടെ വെച്ചെടുക്കണം, എന്തൊക്കെയാണ് സ്ക്രിപ്റ്റ് കാര്യങ്ങൾ, അങ്ങനത്തെ ഉള്ള ബാക്കി അറിയാമല്ലോ. ഒരു വീഡിയോ എടുക്കണതിൻ്റെ പിന്നിൽ എന്തൊക്കെ കഷ്ടപ്പാടുണ്ടെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സംസാരിച്ചും പ്രോപ്പറായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, ഞാനൊരു തരി ഫുഡ് പോലും കഴിക്കാണ്ടാണ് നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണേ. ലൈക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു, പക്ഷേ ഇതെങ്ങാനൊക്കെ എടുത്ത് തീർക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് തീർത്തു. ഒരുപാട് ലാഗൊന്നും അടുപ്പിച്ചില്ല, ഒരുപാട് ടേക്കൊന്നും പോകേണ്ട വന്നില്ല, പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റി. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് അടിക്കാൻ പോകാനായിട്ട്. പിന്നെ ഇതിങ്ങനെ നമ്മൾ ഓരോ ലൊക്കേഷൻ മാറി നമ്മൾ ഓരോ ഡയലോഗ്സും കാര്യങ്ങളും പറയേണ്ട ഡീറ്റെയിൽസൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വലിയ വിചാരിച്ച പോലെ അധികം ടേക്കൊന്നും പോകാണ്ട് വന്നില്ല, പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റി എന്നാണ് എനിക്ക് തോന്നണത്. ഒരുപാട് ടൈമൊന്നും എടുക്കേണ്ടി വന്നില്ല, വേഗം തന്നെ പരിപാടിക്ക് തീർത്തു. അപ്പോൾ ഇടയ്ക്ക് കിട്ടുന്ന സമയം ഞാൻ വേഗം കുറച്ചൊക്കെ വ്ളോഗിങ്ങിനെയൊക്കെ എടുത്തു. എന്നെക്കൊണ്ട് പറ്റുന്നാലും ബാക്കി ഫുള്ള് ഈ വീഡിയോ ക്യാപ്ചർ ചെയ്തത് മൊത്തം അവളാണ്. ഈ വീഡിയോൻ്റെ എല്ലാ ക്രെഡിറ്റ്സും അവൾക്കാണ്. അത്രയും ഞാൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ എല്ലാം ഇങ്ങനെ പുറകെ നടന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അവളാണ്. എൻ്റെ പൊന്ന് ഗൈസ്, ഒന്നും പറയണ്ട. ഇത് കഴിഞ്ഞിട്ടുള്ള കുറേ ക്ലിപ്സൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് എന്താണെന്നറിയോ, നമ്മൾ ഈ വ്ളോഗേഴ്സിനെ സമ്മതിക്കണം. ലൈക്ക് എപ്പോഴും ഈ ക്യാമറ എടുത്തുകൊണ്ട് നടക്കണം, എന്ത് ചെയ്താലും വീഡിയോ എടുക്കണം, എന്ത് ചെയ്താലും ക്യാമറ ഓൺ ചെയ്യണം. അപ്പോൾ ആ ഒരു തിങ് നമ്മുടെ മൈൻഡിലോട്ട് കയറാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറേ ക്ലിപ്സൊന്നും എടുത്തിട്ടില്ല. ഹലോ, അപ്പോൾ എന്നത്തെയും പോലെ വീഡിയോൻ്റെ അവസാനം ഞാൻ പിന്നെയും വന്നേക്കുവാണ്. ഇതെടുത്തിട്ട് ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതൊരു 1 വീക്ക് എന്നോ ആയിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാനൊന്നും മര്യാദയ്ക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഇപ്പോഴാണ് വേറെ ക്ലിപ്സൊന്നുമില്ല, വീഡിയോ അത്രയേ ഉള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. പിന്നെ അതിന് ശേഷം സത്യം പറഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ ബാറ്ററി ഡൗൺ ആയി തുടങ്ങി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈ ഫോൺ എടുക്കുക, വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതങ്ങോട്ട് ഇവിടേക്ക് എത്തണമെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അയ്യോ വ്ളോഗ് എടുത്തില്ലല്ലോ, അയ്യോ ഇത് കാണിച്ചില്ലല്ലോ, അത് നമ്മൾ മിസ് ചെയ്ത് പോകും ചിലപ്പം. സോ ഇനി വേണം എനിക്കത് ശരിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ
ആ വീഡിയോ അത്രേ ഉണ്ടായുള്ളൂ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെയും കഴിച്ച് അന്നത്തെ ദിവസം അവിടെ ചില്ല് ചെയ്തിട്ട് പിറ്റേന്ന് ഞങ്ങൾ തിരിച്ച് വന്നത്. സോ ഗൈസ്, ഈ ഒരു ചെറിയൊരു ബിഹൈൻഡ് ദ സീൻസ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇനി എന്ത് ടൈപ്പ് വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളത് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടിൽ ദെൻ ബൈ.